എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ അർബൻ ഫ്രീ റൈഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ ആണ്. സോ വന്നിട്ട് കാശ്മീർ യാത്ര കഴിഞ്ഞതിന് ശേഷം ഉള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് അർബൻ ഫ്രീ റൈഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, നെക്സ്റ്റ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വരേണ്ടത് എന്നുള്ളത്. അത് താഴെ കമൻറ്റ് ചെയ്യാൻ. സോ ഏറ്റവും കൂടുതൽ അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത് മലപ്പുറമായിരുന്നു കേട്ടോ. സോ നമ്മൾ ഏറ്റവും അടുത്ത സിറ്റി നമ്മൾ വരാൻ പോണത് മിക്കതും മലപ്പുറമായിരിക്കും. ഡേറ്റ് ഞാൻ കൺഫേം ചെയ്യാം കേട്ടോ, ഏത് ദിവസം എപ്പോഴാണ് വരണേന്നുള്ളത്. സോ ലെറ്റ്സ് മീറ്റ്. അത് എല്ലാ ജില്ലയിലേക്കും വരും, പക്ഷേ ഏറ്റവും കൂടുതൽ പറയുന്ന ജില്ല ഏതായിരിക്കും കമൻറ്റ് ബോക്സിൽ ആ ജില്ല ആയിരിക്കും പ്രിഫറൻസ് ആദ്യം വയ്ക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞത്. കേരളം ഫുള്ള് നമ്മൾ അർബൻ ഫ്രീ റൈഡും ഓഫ് റോഡിങ്ങും ട്രയൽസ് റൈഡിങ്ങും എല്ലാം ചെയ്യും. ബട്ട് ആദ്യം എല്ലാവരും കമൻറ്റ് ഇടുന്നതിനനുസരിച്ചിട്ടായിരിക്കും മലപ്പുറം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കമൻറ്റ് തിരുവനന്തപുരം വരാണെങ്കിൽ നെക്സ്റ്റ് തിരുവനന്തപുരം ആയിരിക്കും. അങ്ങനെ എനിക്കൊരു 2-3 ജില്ല കൺഫേം ചെയ്ത് കിട്ടുന്ന അതുവരെ നമ്മൾ അർബൻ ഫ്രീ റൈഡ് തൃശ്ശൂർ തന്നെ തുടരും കേട്ടോ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് അവിടെ പൂരം എടുക്കാറായിട്ടാ, തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സൈഡ് പന്തലൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ പിള്ളേരുകൾ നിൽക്കുന്നുണ്ടല്ലോ, കണ്ടോ? അതിൻ്റെ ഒരു സൈഡ്, ഇനി അപ്പുറത്തെ സൈഡിലുണ്ട് കടകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാട്ടോ. നമുക്ക് ബാക്ക് ടയറിന് കുഴപ്പമില്ലാന്ന് വിചാരിക്കണ്. ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്ക് നമ്മുടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് സ്ഥിരം നമ്മളിവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളൊരു സെക്ഷനാട്ടോ. ഹായ് വേണ്ട, അവിടെ ഇതുകളാട്ടോ. നമുക്ക് ആദ്യം ഈ ചെറിയ സെക്ഷൻ ചെയ്ത് നോക്കി നോക്കാം. വേണ്ട 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 അവർ പോയിട്ട് പോയി, നമുക്ക് ധൃതിയൊന്നുമില്ല കേട്ടോ. സോ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ആ ഭാഗം ഇറങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു സൈഡ് ഭാഗം ഇറങ്ങിയിട്ട് ചെയ്യാം. എനിക്ക് ഈ സാധനം പേടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലത്തെ ടയറില്ലേ, ബാക്കിലത്തെ ടയർ ഊരിപ്പോയത് എൻ്റെ അതൊരു ടെൻഷനുണ്ട്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എല്ലാവരും പോട്ടെ ഗൈസ്, എല്ലാവരും പോട്ടെ. യെസ്, ഇവിടെ നമ്മുടെ പൊന്മാൻ സിനിമയില്ലേ, പൊന്മാൻ സിനിമയിൽ നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. പൊന്മാൻ തന്നെയല്ലേ ബേസിൽ ഇതായിട്ട് വരണത്, ബേസിൽ പോലീസായിട്ട് നിക്കറിട്ടിട്ട് ബൈക്ക് ഓടിക്കണം. അത് ഈ ഭാഗത്താട്ടോ എൻ്റെ പൊന്ന്. ഇവിടെ ഫുള്ള് കാന കോരിയൊക്കെ കേട്ടോ. ഇവിടെ ഫുള്ള് കാന കോരിയിരിക്കുക. ഇതിൽ കൂടെ ചാടിച്ചു പോണൊരു സീനുണ്ട് അമ്മേ, പൊന്മാൻ മൂവിയിലിട്ടോ. വേണ്ട കേസ്, കാറ് സൈഡിലുള്ളതാ. പൊന്മാൻ സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ഈ സ്ഥലമൊക്കെ ചെയ്യുന്ന കാരണം എനിക്കറിയാം കേട്ടോ. നമുക്കൊന്നുകൂടി ആ സ്ഥലം വന്നിട്ട് നമുക്ക് റിട്ടേൺ പോവാം കേട്ടോ. ചേട്ടാ അവിടെ ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാനാ. ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്, ഒരു വീഡിയോ എടുക്കാനാ. ഇവിടെ നിന്ന് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്. ഇത് നമുക്ക് കയറിയിട്ട് വേഗം ഇറങ്ങാം കേട്ടോ. സോ ഇനി നമുക്ക് ശരിക്കും പോവാം കേട്ടോ. ഓ വണ്ടി ലെറ്റ്സ് ഗോ ഗൈസ്. യെസ്, ഇപ്പോഴും ശരിയായേ.
നമ്മുടെ വടക്കേ സ്റ്റാൻഡ് കേസ്, വടക്കേ സ്റ്റാൻഡ്. ഞാൻ വേറൊരു സാധനം കാട്ടില്ല കേട്ടോ. ഇതെന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഈ പണിതുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ അത് ഒരു സാധനം പണിയുന്നുണ്ട്. അതെന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് കാട്ടിത്തരാം. ഇതാ ഈ സാധനം എന്തോ പാറാടയുടെ പോലത്തെ ഒരു സാധനം കേട്ടോ. എന്തൊരു സാധനമാണ്, നല്ല രസമുണ്ട്. എന്തായാലും പണി കഴിയുമ്പോൾ അറിയാം കേട്ടോ. അയ്യോ ചേട്ടാ, അയ്യോ പോലീസേ, അയ്യോ ചേച്ചി. ഇനി നമുക്ക് നേരെ പോവാം. എപ്പോഴും ഇവിടെ ഈ വഴി ഫുള്ള് എപ്പോഴും ബ്ലോക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ ചെല്ലാൻ പോണത് മനോരമ ജംഗ്ഷനാണ്. എൻ്റെ മോനെ, തീരുമാനമായി. സൈക്കിൾ ഓടിഞ്ഞ് കയ്യിലിരുന്ന് കേട്ടാ, സൈക്കിൾ ഓടിഞ്ഞ് കയ്യിലിരുന്ന്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഇതെങ്ങനെ ഇപ്പം ഉണ്ടായേ? എൻ്റെ മോനെ ഗൈസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് കേട്ടോ. സൈക്കിൾ ഊരിപ്പോയി, ബാക്കിലത്തെ ടയർ ഊരിപ്പോയി. എൻ്റെ പൊന്നെ, അവരുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇടാം. എന്നാലും ടയർ എങ്ങനെ ഊരിപ്പോയി? അതെനിക്ക് മനസ്സിലാവാത്ത. ഗൈസ്, ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ഇതും കിട്ടണില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഫയറാണ് കേട്ടോ. ഞാനത് ടാക്കിൾ ചെയ്ത്, ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനത് ബ്രേക്ക് പിടിച്ചത് ഇതായി. ഇവിടെ കുറച്ച് തൊലി പോയിട്ടുണ്ട്, ഇവിടെയും തൊലി പോയിട്ടില്ല, ഇവിടെ ഒന്നും തൊലി പോയിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും തൊലി പോയിട്ടില്ല. പക്ഷെ ടയർ ഊരിപ്പോയി ബാക്കിലത്തെ. അതെനിക്ക് മനസ്സിലാവാത്ത. വള്ളി നോക്കിയ കെടുക്കണത്. എൻ്റെ ദൈവമേ, ഇത് ഞാൻ കണ്ടതാട്ടോ വള്ളി. നോക്ക്, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ വീണില്ലേ, അത് നിങ്ങളെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ഞാൻ വീണതാണ്. ഇവിടെ എന്തിട്ട് വേദന ഉണ്ടല്ലോ ഇവിടെ. ഇവിടെയും തൊലി പോയിട്ടുണ്ട് കേട്ടോ. ആ വള്ളി വലിഞ്ഞതാ. ഗുജറാത്തിൽ എല്ലാ വണ്ടികളുടെ മുന്നിലും ഇങ്ങനൊരു കെട്ടും. അവിടെ ഒരു ആഘോഷം ഉണ്ട് കേട്ടോ, ഹോളി, ഈ പട്ടം പറപ്പിക്കണത്. അപ്പോൾ പട്ടം പറപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് പട്ടത്തിൻ്റെ മത്സരം, പട്ടം പറപ്പിക്കൽ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ പൊടി അവർ ഇടും, ആ നൂലുമിടും. അപ്പോൾ കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ത്രോട്ട് ഇത് അറുത്തിട്ട്, ലൈക്ക് കഴുത്ത് കട്ടായി പോയിട്ട്. എന്നാലും ടയർ ഊരിപ്പോയത് എനിക്ക് ഭയങ്കര അതിശയമായി പോയിട്ടോ. ഈ വള്ളി
ഇത് റോഡിലൊന്നും എടുക്കായിരുന്നു. ഞാൻ ഈ ഫുട്പാത്തിൽ കൂടെ ഓടിച്ച് അങ്ങോട്ട് പോവാ, ഈ സൈഡിൽ കൂടെ പോവായിരുന്നു. എന്നിട്ട് ഞാനിത് എടുത്ത് കൊണ്ടിട്ടതാ, പുറത്തേക്ക് കൊണ്ടിട്ടതാ. ഈ സാധനം ഞാൻ പുറത്തേക്ക് ഇട്ടതാ. എന്നിട്ട് ഈ വള്ളി ഏതാ കണ്ട വീഴ്ച കണ്ടിരുന്നോ? അവിടെ നിൽക്കണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ടയർ ബാക്കിലത്തെ കാണാൻ ഊരിപ്പോയി. അതാ ഞാൻ ആലോചിക്കണ, ടയർ എങ്ങനെ ഊരിപ്പോയെന്ന്. അതിൻ്റെ ഉള്ളിൽ കിട്ടു. ടയർ ഊരി പോവാൻ മാത്രം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ലോക്ക് ടൈപ്പ് ആണ്, പക്ഷെ അങ്ങനെ തെറിക്കാൻ പാടില്ലായിരുന്നു അത്. ഇല്ല അതിനൊന്നും പറ്റിയില്ല. ഇല്ല ഓക്കെ, എല്ലാം സെറ്റാ. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇതിൻ്റെ ഇത് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം. പക്ഷേ ആ കേബിള് ഇവിടെ നിന്നൊരു ജമ്പാണേ. ആ കേബിള് കഴുത്തിൽ കൊടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മറ്റതെല്ലാം ഞാൻ എക്സ്പെക്റ്റഡ് ആണ്, ഇന്നത് സംഭവിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ ആ കേബിള് കുടുങ്ങിയത് ഭയങ്കരമായി പോയിട്ടോ. പൊളിച്ച് അത് കൃത്യ സാധനമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അത്. ഇനി എനിക്ക് കഴുത്ത് കുടുങ്ങി ചാവാൻ വയ്യ മോനെ. അത് അടിപൊളിയായിരുന്നു. അതൊന്നുകൂടി കറങ്ങി വന്ന് ചെയ്താലും വെറുത്താണ് കേട്ടോ. സെറ്റ്. അത് ഒരു വട്ടമണിയും കറങ്ങിയിട്ട് വരാം കേട്ടോ. സ്റ്റിൽ അത് വെർത്ത് ഇറ്റ്. അടിപൊളിയാ മോനെ. അതെന്തായാലും അടിപൊളിയായിരുന്നു. എനിക്കെന്നാലും ബാക്കിലത്തെ സീറ്റ് ടയർ ഊരിപ്പോയത് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എൻ്റെ ലൈഫിൽ 6 കൊല്ലത്തിൽ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ വേറെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് വന്നേ. പക്ഷെ അതൊന്നും ഇനി ചെയ്യാനുള്ള എനിക്ക് ധൈര്യമില്ല കേട്ടോ. ഇന്ന് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാനല്ലാതെ മറ്റൊരാളാണെങ്കിൽ അത് കുറച്ചുകൂടി വലിയ ക്രാഷ് ആയിരിക്കും കേട്ടോ ആ സാധനം. കാരണം കൈയും കഴുത്തും ആ കേബിളിൽ കുടുങ്ങി സ്റ്റക്കായിട്ട് അത്രയും സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ റോട്ടിലേക്ക് തെറിച്ച് വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് വണ്ടികളില്ല, അല്ലെങ്കിൽ തീരുമാനമായാണ്. ഡേഞ്ചറസ് പ്ലസ് അഡ്വഞ്ചറസ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ സൈക്കിളിൻ്റെ കേബിളിൻ്റെ കാര്യം അതേ പഞ്ചാബിലെത്തിയണം കേട്ടോ. എലോയ് വീൽ നോക്കിയാൽ അവരുടെ എലോയ് വീലുണ്ട്. അതിൻ്റെ ആ ബ്ലാക്ക് ഇതിൻ്റെ ഏതിൻ്റെ ടൊയോട്ടയുടെ പഞ്ചാബിൽ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒരിടത്തിനും പറ്റിയിട്ടില്ല. ആ ഒരു കിക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ ആൾ തട്ടിപ്പോകാത്ത ഭാഗ്യം. ഞാൻ പറഞ്ഞു വന്നത് ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ബ്രേക്ക് എപ്പോഴും നമ്മുടെ ചൂണ്ടുവിരലുമ്പോൾ എപ്പോഴും ഇരിക്കും. ഇൻ കേസ് ആ സെക്കൻഡിൽ തന്നെ ബ്രേക്ക് പിടിച്ചു. ആ വീഡിയോ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ജസ്റ്റ് കറന്ന് കണ്ട് സാധനം ബ്രേക്ക് ലോഡായി പോകുന്നുണ്ട്. അതിൽ സ്കിഡായി പോകുന്നുണ്ട് കേട്ടോ. ആ ടയർ ആ വരയണ സൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാം. സോ കുറച്ചുകൂടി ഒന്ന് വാമപ്പായിട്ട് റൗണ്ട് അടിച്ചിട്ട് പോവാം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. സമയമില്ല ഗൈസ്. ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാട്ടാ. മാറു വേഗണാറേ ഈ സാധനം. എൻ്റെ ദൈവമേ, എന്താ ലുക്ക് നോക്കി.
ഞാൻ ഗുജറാത്തിൽ വെച്ച ആ സാധനം ലോഞ്ച് ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ കാർ ഹണ്ട് സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തിയേനെ. ആ പോണത് നോക്കി. ഓ അത് മറഞ്ഞു കേട്ടോ. നമുക്കേ ഗൈസ് ഇവിടുന്ന് നേരെ പോയിട്ട് നേരെ വീണ്ടും തിരിച്ച് റൗണ്ടിലേക്ക് തന്നെ കയറാട്ടോ നമുക്ക്. ഞാൻ നേരെ ഇങ്ങനെ ഒരു യൂട്ടേൺ എടുത്തിട്ടാണ് വന്നത്. നമ്മൾ ബിനി ആ വഴി പോയില്ലേ, ആ റൂട്ട് പോയിട്ടാട്ടോ. ബിനിയുടെ ഇവിടെ പോയിട്ട് വടക്കേ സ്റ്റാൻഡ് വഴി ഇങ്ങോട്ടേക്ക് കറങ്ങി വന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. പൂരത്തിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അയ്യോ ചേട്ടാ അടിക്കല്ലേ. എൻ്റെ പൊന്നെ ഇതിൽ കൂടി വരും. തലയിലൊന്നും വീഴില്ലല്ലോ. തലയിൽ കൂടി വീണാൽ തീരുമാനമായി. വേറെ ഒന്നും വേണ്ട, എല്ലാം ആയി ഇന്നത്തേക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. പൂരപ്പറമ്പിൽ കയറാട്ടോ. ഇത് വെടിക്കെട്ടിനാണ് കേട്ടോ. ഏതാ വെടിക്കെട്ടിനല്ലേ? ആ അപ്പം ഇന്ന് കുത്തി തുടങ്ങും. ഇത് ഫുൾ ഉണ്ടാവില്ലേ? ആ ഗൈസ് ഇവിടെ വെടിക്കെട്ടിന് കുത്തി തുടങ്ങിയിട്ടാ. 4-ാം തീയതി അല്ലേ? 4-ാം തീയതി രാത്രി. 4-ാം തീയതി 3-ാം തീയതി രാത്രി അല്ലേ? 4-ാം തീയതി രാത്രി. 4-ാം തീയതി രാത്രി കേട്ടോ. അവർ ഈ സൈഡ് ഫുള്ള് കുത്തി തുടങ്ങിയിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് ഗൈസ്, സാമ്പിൾ വെടിക്കെട്ട്. ഈ ഏരിയ ഫുള്ള് ഉണ്ടാവും കേട്ടോ. സാമ്പിൾ വെടിക്കെട്ടിന് ഈ ഏരിയ ഫുള്ള് അവർ കുത്തി തുടങ്ങിയിട്ടുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത് റീൽസ് ഷൂട്ടാണല്ലോ. ആ റീൽസ് ഷൂട്ടിൻ്റെ കേട്ടോ. റീൽസ് ഷൂട്ട് ചെയ്യണതാ ഗൈസ്. ആരും പട്ടി ഷോ കാട്ടാൻ വരാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. ഞാൻ ഈ കൂടെ സൈക്കിൾ കയറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് സംഭവം നടക്കാട്ടോ. മോനെ വൈബ് സെലക്റ്റോ, വേറൊരു വൈബ് ആട്ടത്. കിഡിലോസ്കി അവിടെ എന്തോ പൂരവിളംബരം എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ 3 ആനകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിവരാണ്ട് പോകാൻ പറ്റാവോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെ കാണാറുണ്ടോ? ലൈവ് പോയോണ്ടിരിക്കുക. ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. പേരെന്താ? അമർ. അവൻ്റെയോ? ഏതാ? അഭിനവ്. എത്ര ക്ലാസ്സിലാ? 8-ാം ക്ലാസ്സിൽ. ഓക്കെ കാണാം. ലൈവാ. സബ്സ്ക്രൈബർ മീറ്റപ്പ്. ഇതാ ഇവിടെയാണ് കേട്ടോ. എന്തോ പൂര വിളംബരം അങ്ങനത്തെ സെറ്റപ്പ് പരിപാടികളാട്ടോ. എനിക്ക് ഈ പരിപാടികൾ കൂടുതൽ എനിക്ക് അറിയില്ല. വെടിക്കെട്ടും കുടമാറ്റം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. ആയമത് സോറി ഗൈസ്. നോക്കിയ കുട്ടിയാന, ഒരു കുട്ടിയാനയുണ്ട് കേട്ടോ. കണ്ടോ ചെറിയൊരു കുട്ടിയാന, ലക്ഷ്മി കുട്ടി. അതിൻ്റെ കഴുത്തിൽ ഇതിലിട്ടിരിക്കണം കേട്ടോ, ലക്ഷ്മി കുട്ടി എന്ന് പറഞ്ഞിട്ട്. നൈസ്. ഈ ആന കൊള്ളാം കേട്ടോ. ഈ ആന കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ലെറ്റ്സ് ഗോ ഗൈസ്. നോക്കി അതിൻ്റെ തുമ്പിക്കൈ കിടക്കണം. നോക്കിയ നിലത്ത് നോക്കി തുമ്പിക്കൈ കിടക്കണത് എന്തോരം വലിയ തുമ്പിക്കൈ. നല്ല രസമുണ്ട് കേട്ടോ. കുട്ടിയാനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ ആന. ആ തൃശ്ശൂർക്കാരോട് ആനയുടെ വിശേഷം പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ആനേനെ കണ്ടിരിക്കണം ഗൈസ്. ഇവിടുന്ന് ചാടിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ വരില്ലേ, എല്ലാം നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിനും കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട 3 സ്റ്റെപ്പുള്ളൂ. യെസ്, ഇവിടുത്തെയും ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇന്ന് 1-ാം തീയതിയോ 2-ാം തീയതിയോ ആണ് ഡേറ്റ് വരുന്നത് കേട്ടോ. ആയി വരണുള്ളൂ. ചേട്ടാ ഇത് സാമ്പിളിനെ കുത്തി നോക്കണതല്ലേ? ഇത് വെടിക്കെട്ട് പോലെ ഇവിടെയാന്ന് തോന്നുന്നു അല്ലേ ഗൈസ്? ഇവിടെ സാമ്പിളിന് നേരത്തെ കണ്ടില്ലേ ആ സെയിം സാധനം ഉണ്ടോ? സാമ്പിളിന് വേണ്ടി കുത്തിയിരിക്കണതാണ്. പ്ലസ് വെടിക്കെട്ട് പുര ഇവിടെയാണ് വരാട്ടോ. അതെല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ് വരാട്ടോ.
വെടിക്കെട്ടിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാം. ഏയ് കുഴി മാറിപ്പോയിണ്ടോ നോക്കിയേ, കുഴി ഇങ്ങനെ മാറിപ്പോയിണ്ടോ? ആവോ എന്താവോട്ടാ, എന്നുവെച്ചാൽ ഇവിടെ മാത്രമേ ഇതുള്ളൂ. പോലീസുകാരും ഫുൾ ടൈം ഉണ്ട്. മെയ് മാസം ഫുള്ള് തൃശ്ശൂരാട്ടാ പോലീസുകാരുണ്ടാവും, എല്ലാ പോലീസുകാരും. നോക്കിയേ, ഇതെന്തിനാ തെറ്റി കുത്തിയതാണോ കുഴി? ഇവിടെയൊക്കെ കുത്തിയിട്ടുണ്ട് കുഴി. റൗണ്ട് അടിച്ച് പോകാൻ വേണ്ടിയിട്ടാണോ? നോക്കിയേ, സ്ട്രെയിറ്റ് കാരണം കുത്തി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ന്യൂസ് ചാനലുകാരൊക്കെ നിൽക്കുക. ന്യൂസ് ചാനലും എല്ലാവരും ഇവിടെ നിൽക്കുക, ഇവിടെയൊക്കെ നിൽക്കുക. ഇത് TCV ന്യൂസിൻ്റെ കേട്ടോ, TCV ന്യൂസിൻ്റെ സ്റ്റാൻഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് കയറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഞാനിവിടെ നിന്നേനെ കേസ്. എനിക്ക് വയ്യ ഈ ഇതിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അവിടെയും ഫുള്ള് ഇത് ആയിട്ടുണ്ട് കേട്ടോ. സോ തൃശ്ശൂർ പൂരം അപ്ഡേറ്റ് ഇതാണ്. ഇനി മിക്കത് എന്തായാലും പൂരം കഴിഞ്ഞിട്ടാ അർബൻ ഫ്രീ റൈഡ് ഉണ്ടാവുള്ളൂ. ഇതിലായിരിക്കും ഗൈസ്. വീട്ടിൽ പോയിട്ടേ ഒന്ന് കെടുക്കട്ടെ, നല്ലൊരു ക്ഷീണമുണ്ട് ഗൈസ്. പയ്യേ എന്താണെന്നറിയില്ല, ചെറിയൊരു ക്ഷീണം. സോ ഇന്ന് ഞാൻ വേഗം പരിപാടി അവസാനിപ്പിച്ചു കേട്ടാ, അല്ലാണ്ട് നമുക്ക് സാധനം ശരിയാവില്ല ഗൈസ്. സോ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, പാണ്ടിക്കരിമ്പാറ. സാധനം ഊരിപ്പോയത് ഞാൻ ഞെട്ടിപ്പോയിട്ടാ. ഞാൻ പിന്നെ സൈക്കിൾ ഓടിച്ചിട്ടാണ് വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കുഴപ്പമില്ല. സൈക്കിളും അവൻ്റെ കഴപ്പ് തീർത്തിട്ട് ആണെന്ന് പോയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നടക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ചോട്ടാ, എവിടുന്ന് ഓരോ പണി വരണമെന്ന് അറിയാൻ പറ്റില്ല. സാധനം കുടുങ്ങി അങ്ങനെ റോട്ടിലേക്ക് എങ്ങനെ തെറിച്ച് വീണ് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഞാൻ രക്ഷപ്പെടണമെന്നില്ല കേട്ടാ. സോ തൃശ്ശൂർ നടക്കുന്നുണ്ടെങ്കിൽ, ഫുട്പാത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. വള്ളി അതുമ്പോൾ ഇപ്പോൾ കറണ്ട് ഉണ്ടെങ്കിലോ, കറണ്ടുള്ളത് അങ്ങനെ നിലത്തേക്ക് വരില്ല അല്ലേ, പറയാൻ പറ്റില്ല കേസ്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സോ എന്തായാലും ഞാൻ ഒന്ന് കെടുക്കട്ടെ, നല്ല ക്ഷീണമുണ്ട് കേട്ടോ, ചെറിയൊരു ക്ഷീണം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമ്മൾ വീണ്ടും, ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ പറയാം കേട്ടോ, തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞ കാരണം ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഷൂട്ട് ചെയ്തത് കേട്ടോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. നാളെ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി ആയിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുക. സോ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള കാരണം കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടൈമിൻ്റെ ഇത് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ വേറെ പ്രത്യേകിച്ച് ഇതുകളും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം സേഫായിട്ടൊന്ന് പരിപാടി തീർത്തു. അതുകൊണ്ട് വേഗം തീർത്തു കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പരിപാടികളും അഭ്യാസങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട, ആസ് യൂഷ്വൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ. കാരണം പ്രൊഫഷണലായിട്ട് പരിചയമുള്ള കാരണമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഒരു 6 വർഷത്തെ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സോ സൈക്കിളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് തന്നെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് ശരിയാവില്ല ഗൈസ്. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.